നമ്മളൊരു ഐലൻഡിലെത്തി. അതുവഴി ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി നടക്കുകയാണ് കേട്ടോ. നമ്മുടെ അവിടെയും ലേക്കുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതൊരു പ്രത്യേകത ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും മലകളാണ്. മലയ്ക്ക് നടുക്കുള്ളൊരു ലേക്കാണ്. വണക്കം, ദിസ് ഇസ് ഷാബ് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ലങ്കാവിൽ തന്നെയാണ്. ലങ്കാവിൽ ഒരു ഐലൻഡ് ഹോപ്പിങ്ങിന് പോകാനായിട്ട് രാവിലെ നമ്മുടെ ബോട്ട് ജെട്ടിയിലെത്തി. നമ്മുടെ ക്യാബ് വന്ന് പിക്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഐറ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് ഹോപ്പിംഗ് ആണ്. 2-3 ഐലൻഡ്സിൽ നമ്മൾ അവരെ കൊണ്ടുപോകും. 2-3 ഐലൻഡ്സിൽ അവർ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ അവിടേക്ക് ഒന്ന് പോയി കറങ്ങാം, പിന്നെ ബീച്ചിൽ ഇറങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യം കാണും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഐലൻഡ് ഹോപ്പിങ്ങിന് പോകാനായിട്ട് ഇവിടെ നിന്നാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വെയിറ്റ് ചെയ്യണം. 9:30 ബോർഡിങ് തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ ഏജൻറ്റിൻ്റെ ഓപ്പറേറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി നമ്മളൊരു അടിപൊളി ഐലൻഡ് ഹോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമുക്ക് ബോട്ടിലേക്ക് കയറുന്നത്. കുറച്ച് സ്പീഡ് ബോട്ട്സ് ഓൾറെഡി പോകുന്നുണ്ട്. അത് രസമായിരിക്കും. ഇവിടെ അടിപൊളി ഒരു ടൂറായിരിക്കും. അങ്ങനെ നമ്മൾ പോവാണ് നമ്മുടെ ഐലൻഡ് ടൂറിന് വേണ്ടിയിട്ട്. സോ ഒരു അടിപൊളി ഐലൻഡ് ഹോപ്പിംഗ് ടൂറിന് വേണ്ടി പോകട്ടോ. ലെറ്റ്സ് ഗോ. ഞാൻ അവിടെ പോയിട്ട് കാണാം. ഒരുപാട് ബോട്ട്സ് ഉണ്ട്. അതേപോലെ ഇവിടെ ഗ്രീൻ കളർ സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ കളർ സ്റ്റിക്കറാണ് ഇപ്പോൾ വിളിച്ചത്. അപ്പോൾ നമ്മളൊരു 3 ഐലൻഡാണ് പ്രധാനമായിട്ട് പോകുന്നത് കേട്ടോ. സോ നമ്മുടെ ബോട്ടായിട്ടുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ടെടുക്കുക. എല്ലാം റൂഫുള്ളതാണ് കേട്ടോ ബോട്ട്. അപ്പോൾ എത്ര പേരാണ് ഒരു ബോട്ടിൽ കയറാമെന്ന് അറിയില്ല. നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ബോട്ട് ഇവിടെ റെഡിയാണ്. നമ്മുടെ ബോട്ട് ഇവിടെ ഉണ്ട്. എവിടെയാണ് നമ്മുടെ ബോട്ട്? ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ബോട്ടിൽ കയറിയാണ് നമ്മൾ ഐലൻഡ് ടൂറിന് പോകുന്നത്. രസം നോക്കിയ ഐലൻഡൊക്കെ ചെറിയൊരു ഡ്രിസിലിംഗ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചെറിയൊരു ഡ്രിസിലിംഗ് ഉണ്ട്. നമ്മുടെ ലങ്കാവിയുടെ ഒരു ഐക്കോണിക് ഞാൻ പറഞ്ഞ ആ ഒരു ഈഗിളിൻ്റെ സ്കൾപ്ചർ അവിടെയാണ്. അതിപ്പോൾ മെയിൻ്റെനൻസ് സമയം ക്ലോസ്ഡ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടെ നിന്നാലും നമ്മുടെ ഹോട്ടലും കാണാം കേട്ടോ. തൊട്ടടുത്താണ് ഹോട്ടൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബോട്ടിനകത്ത് കയറാം. ഇതാണ് ബോട്ട്. Cannot see the head. Magnificent can see the back, the balance, the boat, see the boat not balance. Okay, balance yeah, man. ഒരു ആക്ച്വൽ അടിപൊളിയാട്ടോ. നല്ല അടിപൊളി യാത്രയാണ്. സ്പീഡ് ബോട്ടിലാണ് അവിടെ പോകുന്നത് ഐലൻഡിലോട്ട്. എല്ലാവർക്കും ജാക്കറ്റൊക്കെ ഉണ്ട്. സേഫാണ്. നമ്മളൊരു ഐലൻഡിലെത്തി. അതുവഴി ഇങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ അധ്വാനം കൊണ്ടാണ് നടക്കുന്നതാണ്. മഴയുണ്ട്. പതുക്കെ ബാലൻസ് ചെയ്ത് നടക്കണം. അങ്ങനെ ഞാനിങ്ങനെ പതുക്കെ അധ്വാനം കൊണ്ടിങ്ങനെ നടക്കുവാണ്. ഒരു അടിപൊളി ബോട്ട് റൈഡിന് ശേഷം ഞങ്ങൾ അതുപോലെ ഐലൻഡിൽ വന്നു. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞ വഴിക്ക് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴ അങ്ങ് മാറി. ഇതൊരു ഐലൻഡാണ്. നമുക്കിവിടെ കുറച്ച് എക്സ്പ്ലോറൊക്കെ ചെയ്തിട്ട് എന്തുണ്ട്. ഇവിടെ ബനാന ബോട്ട് റൈഡ്, അങ്ങനെ ജെറ്റ്സ്കി, അങ്ങനെ കുറച്ച് റൈഡ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഈ ഐലൻഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഐലൻഡിൽ ഇവിടെ ഒന്ന് ഇറങ്ങി. അത്യാവശ്യം മഴയായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. നമ്മൾ ടവലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തലയൊക്കെ തോർത്തി. ഇവിടെ ബോട്ട് റൈഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബനാന ബോട്ട്, റൗണ്ട് ബോട്ട്, അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതിന് സെപ്പറേറ്റ് പ്രൈസിനാണ്. പിന്നെ ഇവിടെ ഒരു 1 hour നമുക്ക് ഈ ഒരു ഐലൻഡ് ഹോപ്പിങ്ങിന്, ഈ ഒരു ഐലൻഡിൽ
ഐലൻഡ് ഹോപ്പിങ്ങിനായിട്ട് അവർ ടൈം തന്നേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറി നമ്മുടെ ബോട്ടിൽ തന്നെ പോകണം. അപ്പോൾ നല്ല രസമുള്ളൊരു ഐലൻഡാണ് കേട്ടോ. നല്ല വൈറ്റ് സാൻഡാണ്, നല്ല ബീച്ചാണ്. നമുക്ക് എന്ത് രസം നോക്കാം, നല്ല ബീച്ചാണ്. സ്വിം അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വൈൽഡ് ലൈഫ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഇവിടെ എന്താ നോക്കി എന്തൊക്കെ ഉണ്ടെന്ന്, വൈൽഡ് ബോർ, കുരങ്ങൻ, പാമ്പ്, സ്റ്റാർ ജെല്ലി ഫിഷ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കീപ് ദ ബീച്ച് ക്ലീൻ, കളർഫുൾ ഹൗസസ് ഫോർ റെൻ്റൽ. ഇതൊക്കെ റെൻ്റലിന് കിട്ടും കേട്ടോ. ഈ കളർഫുൾ ഹൗസസ് നമുക്ക് ഡ്രസ്സ് മാറാനോ അങ്ങനെ കാര്യങ്ങൾക്ക് റെൻ്റൽ ബേസിസിൽ ഇത് കൊടുക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഐലൻഡാണ് കേട്ടോ, നല്ലൊരു ബീച്ചുമാണ്. നമുക്ക് ജസ്റ്റ് ബീച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നല്ല വൈറ്റ് സാൻഡാണ്, അതോടൊപ്പം വലിയ റഫ് സീ ഒന്നും അല്ല, ചെറിയ തിരകളൊക്കെ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് കേട്ടോ. സേഫ് ഗാർഡ് ഉണ്ട്. പിന്നെ ഇവിടെ സ്നോർക്ലിംഗ് പോലെ എന്തോ ഉണ്ടെന്നുള്ളൂ. സ്നോർക്ലിംഗ് ഒന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ പേ ചെയ്യുകയാണെങ്കിൽ അവർ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ആൾക്കാരും, ടൂറിസ്റ്റ് ആൾക്കാരും വന്ന ബോട്ട്സൊക്കെ ഇവിടെ ഇങ്ങനെ അടിക്കടിക്ക് ഇട്ടേക്കാണ്. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവം ഒന്ന്, ആ തിര വന്നപ്പോൾ ബോട്ട് ഇങ്ങനെ അടിക്കുന്നതും പിന്നെ ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നടന്നതും ഒരു രക്ഷയില്ല, അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഐലൻഡ് ഇതാ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. നല്ല രസമാണ് കേട്ടോ, നല്ല വൈറ്റ് സാൻഡാണ്. നോക്കിയാൽ വൈറ്റ് സാൻഡിൽ നമുക്ക് ഇങ്ങനെ ബീച്ചിൽ ഇറങ്ങാം. എടുത്തെടുത്തു നമുക്ക് എന്ത് രസം നോക്കിയാൽ, അടിപൊളി കേട്ടോ. നല്ല അടിപൊളി ഐലൻഡ്, എന്ത് രസമൊക്കെ ഐലൻഡ് കാണാൻ തന്നെ. ഭയങ്കര രസമുള്ള ഐലൻഡാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ആക്ച്വലി ഇവിടെ ഈ ചവറ് പോലെ കിടക്കുന്ന ആക്ച്വലി ഈ മരത്തിൽ നിന്നുള്ള ഇലകൾ വീണിട്ടാണ്, വേറെ വൃത്തികെട്ട ചവറല്ല കേട്ടോ. പിന്നെ മണ്ണ് ഞാൻ പറയണ്ടില്ല, നല്ല വൈറ്റ് സാൻഡാണ്. നമുക്ക് അടിപൊളി രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐലൻഡിൽ നിന്ന് അതിസാഹസികമായി തിരിച്ച് ബോട്ടിൽ കയറി. സാഹസി എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് കയറുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഐലൻഡിലോട്ട് പോവാണ്. ഇതെനിക്കൊരു മാംഗ്രൂവ് പോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ബേർഡ്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നോക്കിയാൽ ഒരുപാട് ഈഗിളും, നല്ല വൈറ്റ് കളർ ഈഗിൾസ്, ഒരുപാട് ബേർഡ്സും ഒക്കെ ഇവിടെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ബോട്ട്സ് ഇവിടെ അടുക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഈഗിൾ ഫീഡിങ്, ഈഗിളിനെ ഫീഡ് ചെയ്യുന്ന ഇവിടെ കേട്ടോ. അതാണ് ഇവിടെ വേണേൽ നമുക്ക് ഈഗിളിനെ ഇവിടെ ഫീഡ് ചെയ്യാം. ആ മരത്തില് മൊത്തം ഈഗിളാണ്. അപ്പം ഈഗിളിന് ഫീഡ് ചെയ്യാം വേണമെങ്കിൽ ഇവിടെ. ഈഗിളും സീഗിളും ഒക്കെ ഉണ്ട്. ആ മരത്തിൽ മൊത്തം ഉണ്ട് കേട്ടോ. ഫുൾ ഇതാണ്, അടിപൊളി കേട്ടോ. അതിങ്ങനെ ഒന്ന് ഫീഡ് ചെയ്തിട്ട് പോകും. ഈഗിൾ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പിക്ക് ചെയ്ത് പോകും. ഭയങ്കര രസമാണ്. നമുക്ക് ഈഗിൾ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് പോകണം. ഭയങ്കര രസമാട്ടോ, അടിപൊളി. ഫുഡ് ആർക്ക് ഇടുന്നു, ഇവരാണോ?
ആ കാണുന്ന മലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുന്ന ഫീലാണ്. അത് തല ഇങ്ങനെ ഉടല് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ആ മലയ്ക്ക്. ആ മലയുടെ ഷേപ്പ് അങ്ങനെയാണ്. കണ്ട ഒരു പ്രഗ്നന്റ് ലേഡി കിടക്കുന്ന ഒരു ഷേപ്പ് നോക്കിയാൽ നല്ല രസമാണ്. ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്. പിന്നെ ഈ പില്ലേഴ്സൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ്. ഇത് നല്ല കൊള്ളാം അല്ലേ, അടിപൊളി. അടിപൊളി. സോ ഇപ്പൊ നമ്മള് ഒരു ഐലൻഡിൽ വന്നു. ഇതൊരു ദയാങ് ബന്തിങ് മാർബിൾ ജിയോ ഫോറസ്റ്റ് പാർക്കാണ്. ഇത് സേഫ് ആണോ? സേഫ് മീൻസ് അങ്ങനല്ല, നമുക്ക് നടക്കുന്ന പാത്ത് ഇവിടെ കല്ലൊക്കെ ഇട്ട് അടിപൊളി വെച്ചിട്ടുണ്ട്. നേരത്തെ പോലെ ഒരു അഡ്വഞ്ചറസ് യാത്രയില്ല, പക്ഷെ മറ്റേ നല്ലതാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കവിടെ കിടന്നൊക്കെയാണ് അപ്പുറത്തെ ബോട്ടിലേക്ക് എത്തിയത്. ഞാനും വന്നു, നടന്നു എല്ലാത്തും. അപ്പൊ അടിപൊളി എക്സ്പീരിയൻസ്. അപ്പൊ നമ്മളിനി അടുത്ത ഐലൻഡിലേക്ക് എത്തി. സോ ഇതാണ് നമ്മൾ വന്ന സെക്കൻഡ് ഐലൻഡ്, ദയാങ് ബന്തിങ് മാർബിൾ ജിയോ ഫോറസ്റ്റ് പാർക്ക്. അതേപോലെ ജെറ്റ്സ്കി ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ, ആക്ടിവിറ്റീസ്. പിന്നെ ഇവിടെ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, നേരത്തെ പോലെ. അതെ, ജെറ്റ്സ്കി. അപ്പൊ ഇവിടെ നേരത്തെ പോലെ ഐലൻഡ് അല്ല, കുറച്ചുകൂടെ നല്ല ഐലൻഡ് ആണ്. കാര്യം ഇവിടെ ഷോപ്സ് ഒക്കെ ഉണ്ട്, നല്ല ജ്യൂസ് കുടിക്കാനും അങ്ങനെയുള്ളൊക്കെ ഷോപ്സ് ഉണ്ട്. ഒരു ജ്യൂസൊക്കെ വെച്ചേക്കാണല്ലോ. ഇത് ഈ ഐലൻഡിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ, വാട്ടർ ആക്ടിവിറ്റി. അതിൻ്റെ പ്രൈസൊക്കെ അവരിവിടെ പറഞ്ഞിട്ടുണ്ട്, അഡൽട്ടിന് ചൈൽഡും ഒക്കെ. പിന്നെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോപ്സിൽ നമുക്ക് വെജിറ്റബിൾസ് അല്ല, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, ജ്യൂസ്, ഇളനീര് ഇതൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ വേണമെങ്കിൽ പോയാൽ ചെറിയ ബർഗർ, സാൻഡ്വിച്ചും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ അവൈലബിൾ. അപ്പോൾ ഇവിടെ കൂടുതൽ ഈ ഐലൻഡ്സിലെല്ലാം വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസ് ആണ്. അതിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറാണ് അവിടെ കാണുന്നത്. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്താൽ ഇവിടെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഐലൻഡിൽ വന്നപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചത്. അതിനൊരു മാംഗോ ജ്യൂസ് മേടിച്ചു. 25 റിംഗറ്റാണ് കേട്ടോ മാംഗോ ജ്യൂസ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് 6 റിംഗറ്റാണ് ടിക്കറ്റ് എടുത്തിട്ട് മേളൊരു ലേക്കും അങ്ങനെ കുറച്ചൊരു വ്യൂ പോയിന്റ്സ് ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് പോകാട്ടോ. അപ്പോൾ നമുക്ക് മേളിൽ പോയി കാണാനായിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. 6 റിംഗറ്റാണ് അഡൽട്ടിന്, കുട്ടികൾക്ക് 3 റിംഗറ്റും. കുട്ടികൾ 7 years to 12 years ആണ് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് മേലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, കയാക്കിങ്. അതായത് മേളിൽ ചെറിയൊരു ലേക്ക് ഉണ്ട്, അവിടെ പോയി കയാക്കിങ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതിനൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു എൻട്രൻസ് ഫീ എടുത്ത് മേളിൽ പോയി കാണാമെന്ന് വിചാരിച്ചത്. എവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മുടെ അവിടെ ഇതാണ് ടിക്കറ്റ്. അവിടെ കയ്യിൽ വരുന്ന ബാൻഡാണ് ടിക്കറ്റ് എടുത്തു പോവാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നടന്ന് മേളിൽ കയറി നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ പോയി കണ്ടിട്ട് വരാം. പിന്നെ ഇവിടെ കുരങ്ങന്മാരുണ്ട്. ഇപ്പോൾ കുരങ്ങന്മാരെ ഫീഡ് ചെയ്യുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാബ് യുവർ കോംബോ പാക്കേജ്, ഇതാണ് നമ്മുടെ മേളത്തെ ആക്ടിവിറ്റി. അപ്പോൾ നടന്ന് മേളിൽ പോയി എന്തൊക്കെയുള്ളതെന്ന് കാണാം. ഡു നോട്ട് ഫീഡ് ദ മങ്കി, ബിവെയർ ഓഫ് യുവർ ഓൺ ബിലോങ്ങിങ്സ് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നെഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ദയാങ് ബന്തിങ് മാർബിൾ ജിയോ ഫോറസ്റ്റ് പാർക്ക്, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളീ പോകുന്ന വഴി ഭയങ്കര രസമാണ്, കാട്ടിനകത്തൂടെയാണ് പോകുന്നത്. സ്റ്റെപ്സൊക്കെ ഉണ്ട് കേട്ടോ. വഴിയൊക്കെ നല്ല വഴിയാണ് നടക്കാൻ, വളരെ സഞ്ചാരയോഗ്യമായ വഴിയാണ്. അപ്പോൾ നമ്മൾ ലേക്കിൻ്റെ അവിടെ എത്താറായി. കൊള്ളാം കേട്ടോ. ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ നോക്കട്ടെ ഇവിടെ, ഇതെന്താ ഫാർമസി ചുപ്പാണ്, ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മളിതാ ലേക്കിൻ്റെ അവിടെ എത്തി. നല്ല ബ്യൂട്ടിഫുൾ ലേക്കാണ്. ഇവിടെ ബോർഡുണ്ട് കേട്ടോ, വേ ഔട്ട് എന്നൊക്കെ. അവിടെ താഴെ കാണുന്നതാണ് ലേക്ക് കേട്ടോ, ഫ്രഷ് വാട്ടർ ലേക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. അപ്പോൾ നമ്മൾ ആ ലേക്കിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതാണ് ആ ഒരു ഫ്രഷ് വാട്ടർ ലേക്ക്. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. സ്ലിപ്പാവല്ലേ ഇത്. അടിപൊളി കേട്ടോ, സൂപ്പർ. മലയുടെ ഒരു നടുക്കുള്ളൊരു ചെറിയ ലേക്കാണ് കേട്ടോ. ഓ ദിസ് ഇസ് സോ നൈസ്, അടിപൊളി. ചുറ്റും മലകളാണ്, മലയുടെ നടുക്കാണ് കേട്ടോ ഈ ഒരു ലേക്ക് വരുന്നത്. ഇത്ര രസം നോക്കി കാണാൻ, അടിപൊളി. നോക്ക്, വാവ്. ഓ
സൂപ്പർ ആട്ടോ അവിടെ, ഭയങ്കര രസമുണ്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്, ഇത് കുറച്ച് ഹാർഡ് സർഫസ് ആണ്, ഇതെല്ലാം ഫ്ലോട്ടിംഗ് ആണ് കേട്ടോ. പക്ഷെ ദിസ് ഇസ് സോ നൈസ്. നമ്മുടെ അവിടെയും ലേക്കുകളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതൊരു പ്രത്യേകത ഭംഗി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റും മലകളാണ്, മലയ്ക്ക് നടുക്കുള്ളൊരു ലേക്കാണ്. നമുക്ക് എന്ത് ഭംഗി നോക്കിയാൽ എല്ലാവരും ഇവിടെ ഒന്ന് സ്വിം ചെയ്യുന്നുണ്ട്. എനിക്ക് വലിയ ഹൈറ്റിലാന്ന് തോന്നും. പിന്നെ ഇവിടെ നിന്ന് ജാക്കറ്റൊക്കെ കിട്ടും, വേണമെങ്കിൽ ഇവിടെ കിടന്ന് സ്വിം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് കണ്ട് തിരിച്ചു പോവാണ്. ഇനി ഒരു ഐലൻഡ് ഉണ്ടോയെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും തിരിച്ച് നമ്മൾ ആ ബോട്ട് ഇറങ്ങിയെടുത്ത് പോകണം. പോയിട്ട് അടുത്ത ഇനിയും ഐലൻഡുകൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്, പക്ഷെ ഇവിടെ ഇത് കൊള്ളാം കേട്ടോ, നല്ല അടിപൊളിയാണ്. ചുറ്റും മലയുടെ നടുക്കൊരു ലേക്ക്. ഒരുപാട് പേര് ഇവിടെ വന്ന് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, കയാക്കിങ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് സ്വിം ചെയ്യുന്നുണ്ട്. സ്വിം സ്യൂട്ടൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് സ്വിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളിതാ തിരിച്ചെത്തി. എന്താ ഇവിടെയൊക്കെ ഫുൾ തിരക്കായിട്ടോ, ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ബോട്ടിൽ കയറി. അപ്പോൾ ഇനി എങ്ങോട്ട് പോകണം നോക്കാം. ഇവിടെ കുറച്ചൊരു ജെറ്റ് സ്കീയിൽ ഓരോ ഐലൻഡ് ടൂർ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, മലയാളിയാണ്. പുള്ളി ജെറ്റ് സ്കീയിലാണ് ഓരോ ഐലൻഡ് ടൂർ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് എന്തായാലും ബോട്ടിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ഇങ്ങനെ ജെറ്റ് സ്കീ ഓരോരോ ഐലൻഡ് ജെറ്റ് സ്കീയിൽ കാണാൻ വന്ന് അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ബോട്ടിലേക്ക് നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ ഒരു ഐലൻഡ് ടൂർ കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെയാണ് കൊണ്ട് ഇറക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ബോട്ടിൽ ഡയറക്റ്റ് ഹോട്ടലിലൂടെ പോകണം. ഇതാണ് നമ്മൾ താമസിക്കുന്ന ബെല്ല വിസ്റ്റ വാട്ടർ ഫ്രണ്ട് റിസോർട്ട് കേട്ടോ. നേരെ അവർ അവിടുത്തെ വെയിൽ കൊണ്ട് ഇറക്കണം. അതൊരു അടിപൊളി സംഭവമാണ്. തിരിച്ച് ടാക്സിയിലൊക്കെ കയറി നനഞ്ഞ് ഒന്നാമത് മഴ നനഞ്ഞാണ്, ഫുൾ നനഞ്ഞിരിക്കുകയാണ്, മഴ നനഞ്ഞ്. അതായത് നല്ല മഴയായിരുന്നു വരുന്ന വഴിക്ക്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ തന്നെ കൊണ്ടിറക്കണം കേട്ടോ. ഒരു അടിപൊളി ഐലൻഡ് ഹോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പിയാണ് ഐലൻഡ് ടൂറിൽ കേട്ടോ. സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. വരുന്ന വഴിക്ക് നല്ല മഴ ഇങ്ങനെ ആ ബോട്ടിൻ്റെ സ്പീഡും മഴയും കാറ്റും എല്ലാം ഇങ്ങനെ അടിച്ച് ഫുൾ നനഞ്ഞു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരിക്കലും മിസ് ചെയ്ത് ലങ്കാവിൽ വന്ന ഈ ഐലൻഡ് ഹോപ്പിങ്. കാര്യം സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഫസ്റ്റ് പോകുന്ന ഐലൻഡിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്, പക്ഷേ അതും റിയലി നൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഐലൻഡ് ഹോപ്പിങ്ങിന് പോകുമ്പം നനയും എന്നും പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്യുക. നിങ്ങൾക്ക് സ്വിം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് സ്വിം വെയേഴ്സോ അല്ലെങ്കിൽ ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നനയും, ഡെഫിനറ്റ്ലി നനയും. ഒന്ന് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴി പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം ഇൻ കേസ് എപ്പോഴെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യാം, അപ്പോൾ മഴ പെയ്ത് നനയാം. ബോട്ടിൽ പോകുമ്പോൾ എന്തായാലും മഴ പെയ്താൽ കാറ്റ് കാരണം നമ്മൾ നനയും. അപ്പോൾ നനയും എന്ന് തന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് പോവുക. അതിനുള്ള കാര്യങ്ങളൊക്കെ ബിലോങ്ങിങ്സ് ഒക്കെ എടുക്കുക, അതായത് കവേഴ്സ്, അംബ്രല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുക. പക്ഷേ സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ലങ്കാവിയുടെ ബാക്കി വിശേഷങ്ങളോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ട്രാവ്ക.